ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. രഞ്ജിത്ത് ഹിയർ. സോ PSC എക്സാമിനേഷൻസ് എങ്ങനെയാണ് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിലെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് വളരെ സ്മാർട്ടായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക, എക്സാമിനേഷൻസിനെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എനിവേ, അവിടെ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാനിങ്ങിൻ്റെ ആദ്യ സ്റ്റേജിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, സോ തീർത്തും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലെക്ചർ ആയിരിക്കും ഇത്. ബിഗിനേഴ്സിന് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലെക്ചർ ആയിരിക്കും ഇത്. യെസ്, സോ ആദ്യം തന്നെ നിങ്ങളൊരു എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്താൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സിലബസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ സിലബസ് പബ്ലിഷ്ഡ് അല്ല എന്ന് കരുതുക, അതായത് എക്സാമിനേഷൻ്റെ പാറ്റേണിലോ മറ്റോ വരുന്ന ചേഞ്ച് കാരണം അത്തരത്തിൽ പബ്ലിഷ്ഡ് അല്ല എങ്കിൽ തന്നെയും ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് തൊട്ട് മുൻപ് PSC കണ്ടക്ട് ചെയ്ത ആ ഒരു സിലബസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും ആ രീതിയിൽ കൊണ്ടുവരികയില്ല. അത്തരത്തിലുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന ഒരു ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ സിലബസ് ഉപയോഗിക്കുന്നത്. എനിവേ, സിലബസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ എന്നല്ല, സമാന ലെവലിലുള്ള മറ്റ് എക്സാമിനേഷൻസിൻ്റെയും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ, സബ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ, ഇത്തരത്തിൽ സമാന ലെവലിലുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സോൾവിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഘട്ടത്തിൽ നടത്തേണ്ടതില്ല. കാഷ്വലി ചെക്ക് ചെയ്യുക ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യുക. സോ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം സിലബസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള റീജിയൻസ് ഫെമിലിയർ എന്നും ഇനി അൺഫെമിലിയർ ആയിട്ടുള്ള റീജിയൻസ് അൺഫെമിലിയർ എന്നും മാർക്ക് ചെയ്യുക. അതായത് ഏതൊരു സിലബസ് എടുത്താലും, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ സിലബസ് എടുത്താലും നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ചില മേഖലകളുണ്ടാകും. അത് നിങ്ങൾ ഫെമിലിയർ എന്ന് മാർക്ക് ചെയ്യുന്നു. അൺഫെമിലിയർ, നിങ്ങൾക്ക് ഒട്ടും തന്നെ പരിചിതമല്ലാത്ത കാര്യങ്ങളെ അൺഫെമിലിയർ എന്നും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് പോയിൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് പോയിൻ്റ് ആണ് എന്ന് തോന്നുന്ന വിഭാഗങ്ങളെ സ്ട്രോങ് എന്നും ഏറ്റവും വീക്ക് ഏരിയ ആണ്, കൂടുതൽ അറ്റൻഷൻ വേണം എന്ന് തോന്നുന്ന ഭാഗങ്ങളെ വീക്ക് എന്നും മാർക്ക് ചെയ്യുക. ഇത് എല്ലാ ടോപ്പിക്കുകളിലും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ കംഫർട്ടബിളായ, നിങ്ങൾക്ക് ഏറ്റവും അധികം കമാൻഡുള്ള ഒരു റീജിയൻ ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് സ്ട്രോങ് എന്ന് മാർക്ക് ചെയ്യുക. ജനറൽ ഇംഗ്ലീഷ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് എങ്കിൽ അതിനെ വീക്ക് എന്ന് മാർക്ക് ചെയ്യുക. സോ ഈ രീതിയിൽ നിങ്ങൾ അതിനെ ലിസ്റ്റ് ചെയ്യുക. സോ ഇത് ചെയ്യേണ്ട ആവശ്യകത എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി എല്ലാ റീജിയൻസിനും ഒരേ ഇമ്പോർട്ടൻസ് കിട്ടേണ്ടതുണ്ട്. സോ ഒരു ലോങ് ടൈമിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കമാൻഡുള്ള റീജിയൻസിൽ മുഴുവൻ മാർക്സും സ്കോർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ വീക്കായിട്ടുള്ള ചില മേഖലകളെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും സാധിക്കും. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തില്ല എങ്കിൽ സംഭവിക്കുക കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും, അതായത് പ്രിപ്പറേഷൻ കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സമയം അത് റെക്ടിഫൈ ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു സെൽഫ് അസസ്മെൻ്റ് ആണ് ആദ്യഘട്ടത്തിൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് 1 എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. യെസ്, സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ലെക്ചറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാനിങ്ങിൻ്റെ അടുത്ത സ്റ്റേജസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കും വരും ദിവസങ്ങളിലുള്ള വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന എക്സാമിനേഷൻ ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ലെക്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ടോപ്പിക് സജഷൻസ് ഇതെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ലെക്ചർ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.